ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് ഭീകര നേതാക്കൾക്ക് ഗാസയിലെ ജനങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഭീകര സംഘടനയിലെ ഉന്നതരെ ഇല്ലാതാക്കുന്നത് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള പ്രധാന തടസ്സം ഇല്ലാതാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രധാന തടസ്സം തീവ്രവാദ ഗ്രൂപ്പാണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഖത്തറിലെ ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് ഭീകര നേതാക്കൾക്ക് ഗാസയിലെ ജനങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ എല്ലാ വെടിനിർത്തൽ ശ്രമങ്ങളും തടഞ്ഞെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് ഭീകര നേതൃത്വത്തെ ഒഴിവാക്കുന്നത് നമ്മുടെ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള പ്രധാന തടസ്സം ഇല്ലാതാക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 9 ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങൾ ഒക്ടോബർ 7 ഭീകരമായ കൂട്ടക്കൊലകൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്ത തീവ്രവാദികൾ തന്നെയാണെന്നും നെതന്യാഹു പറഞ്ഞു. 1200 പേരുടെ ക്രൂരമായ കൊലപാതകം, പുരുഷന്മാരുടെ ശിരച്ഛേദം, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു, കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നു, 250-ലധികം പേരെ ബന്ദികളാക്കി. ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും മോശമായ ആക്രമണമാണ് ഭീകരർ ജൂതജനതയ്ക്കെതിരെ നടത്തിയത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഈ ഭീകരത ചെയ്തവരിലേക്ക് ഇസ്രായേൽ എത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ പോരാടുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.